പലപ്പോഴും അത് വേണം, അത് വേണ്ടെന്ന് ആര് പറയുന്നു? അത് യോജിപ്പാണ്, അത് വേണ്ടെന്ന് ആര് പറയുന്നു? അതിനോടൊക്കെ യോജിപ്പാണ്, അത് വേണ്ടെന്ന് ആര് പറയുന്നു? അതില് വർക്ക് ചെയ്യും. വർക്ക് ചെയ്തൂടെ? ഒരു കമ്മീഷണറോട് എന്താ നിങ്ങളെ വ്യാജ പരാതിയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ വ്യാജ പരാതി ഞങ്ങൾ അവിടെ തീർത്തോളാം, കമ്മീഷനെ തീർത്തോളാം. അത് അപ്പൊ വരാതില്ലേ? ഇത്രയും നേരം ഈ വനിതാ കമ്മീഷൻ ഉള്ളപ്പോ തന്നെയാണ് ഈ കുഞ്ഞു കുട്ടികളെയും അതേപോലെ തന്നെ വനിതകളെയും പീഡിപ്പിക്കുന്നതും ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. ഈ വനിതാ കമ്മീഷൻ നിലനിൽക്കെ തന്നെയാണ്. അവിടെ പരാതി കൊടുത്താലും നമ്മൾക്ക് ഒരു നീതിയും കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇന്നിപ്പോ അതേപോലെ തന്നെ വനിതാ കമ്മീഷനുണ്ട്. ഇപ്പോൾ രാഹുൽ ഈശ്വർ ഈ ഒരാള് പറയുന്നതൊന്നും പൂർത്തീകരിക്കാൻ അദ്ദേഹം സമ്മതിക്കാറില്ല. ഈ രാഹുൽ ഈശ്വറിന് ഇത്ര പരാതി ഉണ്ടായിരുന്നു, വനിതാ കമ്മീഷന് പരാതി അല്ല മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കാൻ പാടില്ലേ? പുരുഷ കമ്മീഷൻ വന്നതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. വനിതാ കമ്മീഷന്റെ വനിതാ കമ്മീഷൻ കൊണ്ട് വനിതകൾക്ക് ആർക്കാണ് നീതി കിട്ടിയിരിക്കുന്നത്? വനിതാ കമ്മീഷൻ കൊണ്ട് പുരുഷ കമ്മീഷൻ തുടങ്ങിയാൽ ഇത് തന്നെയായിരിക്കുള്ള അവസ്ഥ. ഒരു കാര്യം കൂടിയുണ്ട്. വനിതാ കമ്മീഷൻ ഇത്ര നാള് പോരാട്ടൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ഇനി പുരുഷ കമ്മീഷൻ വനിതാ കമ്മീഷൻ ഉണ്ടായിട്ടും പീഡനം ഉണ്ടെന്നാണ്. ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടായിട്ടും പീഡനം ഉണ്ടല്ലോ, പോലീസ് ഉണ്ടായിട്ടും കോടതി ഉണ്ടായിട്ടും പീഡനം ഉണ്ടല്ലോ. അതുകൊണ്ട് കോടതി വേണ്ടേ? അതുകൊണ്ട് കോടതി അല്ല സാർ, നമ്മുടെ നാട്ടിൽ കോടതിയുണ്ട്, പീഡനമുണ്ട്, പറയുന്നത് മാത്രം ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. സാർ ആലോചിച്ച് നോക്കിയേ, കോടതി ഉണ്ടായിട്ടും പീഡനമുണ്ട്. അല്ല, ഞാൻ തിരിച്ചൊരു ചോദ്യമാണ്, കോടതി ഉണ്ടായിട്ടും പീഡനമുണ്ട്, അതുകൊണ്ട് കോടതി വേണ്ടേ? എല്ലാവരും കൂടി ഇങ്ങനെ കലവില പറയുന്നതല്ലാണ്ട് ഈ ചർച്ചയുടെ അടിസ്ഥാനം എന്താ? അപ്പൊ എന്റെ അഭിപ്രായത്തില് ഞാനും ഒരു പൊതുപ്രവർത്തകയാണ്. ഞാൻ കഴിഞ്ഞ ടൈമിൽ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച ആളായിരുന്നു. എന്നാൽ പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. അത് വന്നാലും വനിതാ കമ്മീഷൻ വനിതകളാണ് ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ അനുഭവിക്കുന്നത്. പ്രിയങ്ക മേഡം ഒരു സ്ത്രീയല്ലേ? വനിതാ കമ്മീഷൻ, ഞാന് വനിതാ കമ്മീഷന്റെ നിസ്സഹായതയെ പറ്റി പറഞ്ഞതിനർത്ഥം വനിതാ കമ്മീഷൻ ഒരു കേസിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ല, മറിച്ച് അതൊരു അർത്ഥന്യായം അല്ലെങ്കിൽ അർത്ഥനീതിന്യായ സംവിധാനം എന്ന നിലയിൽ പരിമിതമാണ് അതിൻ്റെ കഴിവുകൾ എന്നാണ്. ബീയിങ് എ ക്വാസി ജുഡീഷ്യൽ ബോഡി, വനിതാ കമ്മീഷൻ ഒരുപാട് കാര്യങ്ങളിൽ പ്രശ്നം. ഞാനൊന്ന് പറയട്ടെ, ഇപ്പോഴുള്ള വനിതാ കമ്മീഷന് ജുഡീഷ്യറി അധികാരം കൊടുക്കണം. സുഹൃത്തെ, അങ്ങനെ കൊടുത്താൽ മാത്രമേ ഗുണമുള്ളൂ. അങ്ങനെ കൊടുക്കാനുള്ള തീരുമാനം ഗവൺമെന്റ് എടുക്കണം. ഞാനൊന്ന് പറയട്ടെ, ഞാൻ സാധാരണ ഒരാൾ സംസാരിക്കുമ്പോഴും ഇടയ്ക്ക് കയറാറില്ല. അല്ല, കാരണം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും യൂത്ത് കമ്മീഷനും ഉൾപ്പെടെയുള്ള കമ്മീഷനുകൾക്കൊക്കെ വെറും ആലങ്കാരിക പദവി എന്നതിനപ്പുറം തീർച്ചയായും അതിന് അധികാരം നൽകേണ്ടത്. ഒരു പദവിയില്ലാത്ത ഒരു അധികാരവും ഇല്ലാത്ത അർത്ഥ ജുഡീഷ്യൽ എന്ന് പറയുന്ന ആ കമ്മീഷൻ എന്തിനാ സാർ രാജിവെച്ച് പോകണമായിരുന്നു? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.